എങ്കിലും മീനാക്ഷിയമ്മ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കളയുമെന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞതെല്ലാം അവർ ഇത്ര വേഗം മറന്നു കളഞ്ഞില്ല. നാളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുള്ളവരെല്ലാം വരുമ്പോൾ അവരോട് എന്തു പറയും രവി? എന്തു പറയാൻ? മാപ്പ് പറയാൻ, അല്ലാതെ എന്താ ചെയ്യുക? മാപ്പ് പറഞ്ഞാൽ മുറ്റത്ത് നാളുകൾ പോകുമോ? അവിടുന്ന് ഒറ്റയ്ക്ക് മീനാക്ഷി അമ്മയൊക്കെ ചെന്ന് കാര്യം പറഞ്ഞാൽ രക്ഷയുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനി യാതൊരു പ്രയോജനവുമില്ല. എന്നാലും ഒന്ന് പോയി നോക്കാം. മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും നമ്മുടെ അഭിമാനം രക്ഷപ്പെടുമല്ലോ. ഒന്നുകൂടി കാല് പിടിച്ച് പറഞ്ഞു നോക്കാം. വേണ്ട ചേട്ടാ, മീനാക്ഷി അമ്മ ഇനി മകളെയും കൊണ്ട് പുറകെ വന്നാൽ പോലും നമുക്ക് വേണ്ട. ഇത്രയേറെ വാശി വേണോ സരസ്വതി? ആ മീനാക്ഷി അമ്മയെ പോലെ നമ്മളും വിവരക്കേട് കാണിക്കണോ? ഒരു ശത്രുവിന്റെ അടുത്തായിരുന്നാൽ പോലും ഈ ചുറ്റുപാടിൽ ഞാൻ കൂടെ വന്ന് കാല് പിടിക്കുമായിരുന്നു. വളരെ അടുത്ത് കഴിഞ്ഞിരുന്ന മീനാക്ഷി അമ്മ നമുക്കൊരു കഷ്ടകാലം വന്നപ്പോൾ നമ്മെ ഉപേക്ഷിച്ചു കളഞ്ഞില്ലേ? ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവരുമായിട്ടൊരു ബന്ധം നമുക്ക് വേണ്ട. മരിക്കുന്നത് വരെ ഞാൻ അതിന് സമ്മതിക്കുകയുമില്ല. അപ്പോൾ പിന്നെ നാളത്തെ കാര്യത്തിൽ എന്താ ഒരു സമാധാനം? സമാധാനമൊക്കെ ചേട്ടൻ വിചാരിച്ചാൽ ഉണ്ടാകും. ചേട്ടന്റെ പെങ്ങളുടെയും അനന്തരവന്റെയും അഭിമാനം രക്ഷിക്കാൻ ചേട്ടൻ വിചാരിച്ചാൽ കഴിയും. പക്ഷേ കല്യാണം നടക്കാതെ എങ്ങനെ? കല്യാണവും ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. അതിന് ഞാൻ മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്കൊന്ന് പോകാൻ പോലും നീ സമ്മതിക്കുന്നില്ലല്ലോ. അവിടെ പോകാതെ തന്നെ ചേട്ടൻ വിചാരിച്ചാൽ കല്യാണം നടക്കും. അതെങ്ങനെ? ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ കുഞ്ഞോമനെ രവിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. എന്താ, ചേട്ടന് സമ്മതമല്ലേ? സമ്മതമില്ല ചേട്ടാ? സമ്മതത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു കല്യാണം തീരുമാനിച്ചിട്ട് ഇത്ര പെട്ടെന്ന് മറ്റൊരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വരുന്നതെന്ന് ചേട്ടനും അറിയാമല്ലോ. ഇനി രാജമ്മയുടെ തൂക്കത്തിൽ സ്വർണം തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ രവിയെ കൊണ്ട് രാജമ്മയെ വിവാഹം കഴിപ്പിക്കുകയില്ല. പക്ഷേ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുള്ളവർ നാളെ വരുമ്പോൾ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയുമില്ല. അതുകൊണ്ട് ചേട്ടന് വിരോധമില്ലെങ്കിൽ നാളെ നാം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കുഞ്ഞോമനെയും രവിയുമായിട്ടുള്ള വിവാഹം നടത്തണം ചേട്ടാ. എനിക്കെന്താ വിരോധം? രവി എന്തു പറയും? വേണ്ട മാവ, വേണ്ട. കുഞ്ഞോമന എന്റെ സഹോദരിയെ പോലെയാണ്. അവൾ നിന്റെ മുറപ്പെണ്ണു കൂടിയാണ്. എന്നാലും അത് പ്രയാസമുള്ള കാര്യമാണമ്മേ. എങ്കിൽ വേണ്ട സരസ്വതി. കുറച്ചു ദിവസം കഴിയുമ്പോൾ മീനാക്ഷിയമ്മയുടെ മനസ്സ് മാറിയേക്കാം. അപ്പോൾ രാജമ്മയായിട്ടുള്ള വിവാഹം തന്നെ നടത്താം. അത് നടക്കുന്ന ദിവസം ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഇനി എന്തൊക്കെയായാലും ആ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്യാൻ നിൽക്കാം. അതുപോലെ അമ്മേ? പോരാ, നിന്നെ പ്രസവിച്ച് എന്റെ അഭിമാനവും നീ രക്ഷിക്കണം. മീനാക്ഷിയമ്മ പെണ്ണ് തന്നില്ലെങ്കിൽ എന്റെ മകന് പെണ്ണ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊന്നറിയണം. ഇന്ന് നമ്മൾ വാടക വീട്ടിലാണെങ്കിലും ഇന്നലെ വരെ അന്തസ്സുള്ള തറവാട്ടിലാണടാ നമ്മൾ ജീവിച്ചത്. നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ നാളെ നിന്റെ വിവാഹം നടക്കണമെന്നുള്ളത് എന്റെ ആവശ്യമാണ്. ശരിയാണ് ശരി. സരസ്വതി പറയുന്നത് ശരിയാണ്. നമ്മുടെ അന്തസ്സ് നമുക്ക് വലുതാണ്. ഞാനൊരു ഹൃദ്രോഗിയാണെന്നത് നിനക്കും അറിയാമല്ലോ. എപ്പോഴും അപകടം സംഭവിക്കാം. മരിക്കുന്നതിന് മുൻപ് നിന്റെ കല്യാണം എനിക്കൊന്ന് കാണണം മോനെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. കുഞ്ഞൊരാൾ മാത്രം വിചാരിച്ചാൽ മതി. കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടക്കും. നീ എന്തെങ്കിലും ഒന്ന് പറയൂ രവി. ചേട്ടൻ അവനെ നിർബന്ധിക്കണ്ട ചേട്ടാ. അവന്റെ അമ്മയെക്കാളും അമ്മാവനേക്കാളും വലുത് അവന്റെ പ്രേമമാണെങ്കിൽ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നാളെ ഇതുപോലത്തെ സമയത്ത് എന്റെ ശവമെടുത്ത് ചിതയിൽ വെച്ചിട്ട് അവന് തോന്നിയ പോലെ നടക്കട്ടെ. വേണ്ടമ്മേ, എന്റെ ഇഷ്ടമൊന്നും നോക്കണ്ട. അമ്മയുടെ അമ്മാവന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനതനുസരിച്ചു കൊള്ളും. എനിക്കെല്ലാറ്റിലും വലുത് എന്റെ അമ്മയാണ്.
വിവാഹവും എല്ലാം കഴിഞ്ഞിരിക്കുന്നു പങ്കി. എന്നോട് അങ്ങനെ പറയല്ലേ കുഞ്ഞി. പങ്കി, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്ത് വേണം കുഞ്ഞി? ഞാനൊരു എഴുത്ത് തന്നാൽ ആരും അറിയാതെ രവിച്ചേട്ടന് കൊടുക്കാമോ? അയ്യോ, അതെത്തിരി പാടാണല്ലോ കുഞ്ഞ്. മേലാൽ ആ വീട്ടിൽ കേറിപ്പോകരുതെന്നാണ് കുഞ്ഞിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് സാരമില്ല, അമ്മ അറിയാതെ കൊണ്ടുചെന്ന് കൊടുത്താൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് രവിച്ചേട്ടനെ അറിയിക്കാനുണ്ട്. എങ്കിൽ ഞാൻ കൊണ്ടൊന്ന് കൊടുക്കാൻ മതി. ഇങ്ങോട്ട് എഴുതിത്താ. എന്താണ് രവി അറിയിക്കാനുള്ളത്? എന്താണെന്ന് അത് അമ്മ അറിയേണ്ട ആവശ്യമില്ല. കൊണ്ടടി. കണ്ട ആണുങ്ങൾക്കെല്ലാം കത്തെഴുതുന്ന കാര്യം എന്താണെന്ന് എനിക്ക് അറിയണം. കണ്ട ആളുകൾക്കൊന്നും ഞാൻ കത്തെഴുതാറില്ല. രവിച്ചേട്ടന് കത്തെഴുതുന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. നിന്റെ രവിച്ചേട്ടൻ അതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. അവൻ ആ കുഞ്ഞോമനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. നീ അറിഞ്ഞു ആ കാര്യം? അമ്മേ, അതിന് നീ എന്തിനാ ജാകാൻ പോലെ? അവൻ പോയി ആരെയെങ്കിലും കല്യാണം കഴിക്കട്ടെ. അതിന് നിനക്കെന്താ? ഇല്ല, എന്റെ രവിച്ചേട്ടൻ വേറെ ആരെയും വിവാഹം ചെയ്യില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്.